എല്ലാവർക്കും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്സ് കോഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രേഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള 2 ടൈപ്പ് ഓഫ് ട്രേഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഡെലിവറി ട്രേഡും ഇൻട്രാഡേ ട്രേഡും. അതിൽ തന്നെ ഡെലിവറി ട്രേഡിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഡെലിവറി ട്രേഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ ഒരു സ്റ്റോക്ക് ഒരു ദിവസം വാങ്ങാണ്. ബട്ട് നമ്മൾ ആ വാങ്ങിയ ദിവസം ആ ഒരു സെയിം ഡേ നമ്മൾ ആ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നില്ല, വിൽക്കുന്നില്ല. അതിന് പകരം നമ്മളത് ഹോൾഡ് ചെയ്യാണ്, നമ്മുടെ അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യാണ്. മേ ബി നമ്മൾ നെക്സ്റ്റ് ഡേ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് സെല്ല് ചെയ്യാം, നെക്സ്റ്റ് മന്ത് സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ മേ ബി ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രേഡുകൾ, അതായത് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയിട്ട് സെയിം ഡേ സെല്ല് ചെയ്യാത്ത, ആ വാങ്ങിയ ദിവസം തന്നെ നമ്മൾ സെല്ല് ചെയ്യാത്ത എല്ലാ ട്രേഡുകളെയും നമുക്ക് എന്താണ് ഡെലിവറി ട്രേഡ് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡ് എന്ന് വിളിക്കാം. ഇനി നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഒരു ഡെലിവറി ട്രേഡ് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഡെലിവറി ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡിംഗ് ഏത് ബ്രോക്കറാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ബ്രോക്കറിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, ട്രേഡിംഗ് ടെർമിനലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ബൈ കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഡെലിവറി അല്ലെങ്കിൽ പൊസിഷണൽ അല്ലെങ്കിൽ ലോങ് ടേം തൊട്ട് നമുക്കൊരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബൈ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ഒരു സ്റ്റോക്ക് വാങ്ങി ഹോൾഡ് ചെയ്യാൻ പറ്റും. എത്ര കാലം വേണമെങ്കിൽ നമുക്ക് കയ്യിൽ വെക്കാം. ബട്ട് ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിന് എത്രയാണോ വില, ഒരു സ്റ്റോക്കിന്റെ വില മീൻസ് നമ്മൾ എത്ര സ്റ്റോക്കാണോ വാങ്ങുന്നത് ആ സ്റ്റോക്കിന്റെ ഫുൾ എമൗണ്ട് മൊത്തം, ഇപ്പോൾ 100 രൂപ വിലയുള്ള 100 സ്റ്റോക്കാണ് നമ്മൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ മൊത്തം നമ്മൾ 10,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം. ആ ഒരു ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് മാത്രമേ നമുക്ക് ഡെലിവറിയിൽ സ്റ്റോക്കുകൾ വാങ്ങി ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. അപ്പോൾ ഡെലിവറി ട്രേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ഇൻട്രാഡേ ട്രേഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട്, വളരെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡെലിവറി ട്രേഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെലിവറി ട്രേഡിൽ എന്താണ്, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയിട്ട് നമ്മൾ സെയിം ഡേ ആ ഒരു വാങ്ങിയ ദിവസം നമ്മൾ സെല്ല് ചെയ്യുന്നില്ല ഡെലിവറി ട്രേഡിൽ. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് എന്താണ്, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയിട്ട് ആ ഒരു സെയിം ഡേ നമ്മൾ ആ വാങ്ങിയ ദിവസം തന്നെ സ്റ്റോക്ക്, ആ പർട്ടിക്കുലർ സ്റ്റോക്ക് നമ്മൾ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ട്രേഡുകളെയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ട്രേഡിംഗ് ഡേൻ്റെ ആ ഒരു പീരീഡിനുള്ളിൽ നമ്മളൊരു സ്റ്റോക്ക് ഒരു എൻട്രി എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, ആ ഒരു ദിവസം, അന്നത്തെ ദിവസം മാർക്കറ്റ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ട്രേഡുകളെ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് എന്ന് വിളിക്കാം. നമുക്കെന്താണ്, നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 9 to 3:30, അതായത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 PM 3:30 വരെയാണ് ഇതിൻ്റെ ടൈം. നോർമൽ ശരിയായ ടൈം 9:15 മുതൽ 3:30 വരെയാണ്. ഇതാണ് നമ്മുടെ ശരിയായ മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞൊരു സ്റ്റോക്ക് ഒരു 10 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 11 മണിയാകുമ്പോൾ സ്റ്റോക്കിൽ ഞാൻ ബൈ ചെയ്യുന്നു. എന്നിട്ട് എന്താണ്, മേ ബി ഒരു 2-3 മണിക്കൂർ എൻ്റെ കയ്യിൽ വെച്ചിട്ട് അന്നത്തെ ദിവസം ഈ ഒരു 3:30 ആവുന്നതിന് മുന്നേ ഞാൻ ആ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്ത് ഞാൻ എൻ്റെ ആ ഒരു പൊസിഷൻ എക്സിറ്റ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ട്രേഡുകളെ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡേ ട്രേഡ് എന്ന് വിളിക്കാം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഡേ ട്രേഡർ എന്ന് വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പീരീഡ് എന്താണ്, ഒരു ദിവസത്തെ ആ ഒരു പീരീഡാണ്, ആ ഒരു പർട്ടിക്കുലർ ട്രേഡിംഗ് ഹവേഴ്സിൽ. അതുകൊണ്ടാണ് ആ ഇൻട്രാ ഡേ എന്ന് പറഞ്ഞ ഒരു പേര് വന്നിട്ടുള്ളത്. ആ ഒരു ചെറിയൊരു പീരീഡിൽ അതിന് ഇൻബെറ്റ്വീനായിട്ടാണ് നമ്മൾ ആ ഒരു ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻട്രാഡേ ട്രേഡിംഗ് റെഫേഴ്സ് ടു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സ്റ്റോക്സ് ഓൺ ദ സെയിം ഡേ ബിഫോർ ദ മാർക്കറ്റ് ക്ലോസസ്. അതായത് മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ ഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ട്രേഡുകൾ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് എന്ന് വിളിക്കാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഏത് സ്റ്റോക്കിലാണോ ഇൻട്രാഡേ ചെയ്യേണ്ടത് ആ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു സ്റ്റോക്കിൽ ഡെലിവറി ട്രേഡാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ട്രേഡ് അല്ലെങ്കിൽ ലോങ് ടേം എന്ന് പറയുന്ന ഒരു ഓർഡർ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങിയാൽ മതി. എന്നാൽ ഇൻട്രാഡേൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഈ ഡെലിവറി ട്രേഡ് പറഞ്ഞ പോലെ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ഓർഡർ ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റുക. ബട്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഇൻട്രാഡേ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വാങ്ങി ആ ദിവസം തന്നെ വിൽക്കുന്ന ഒരു ട്രേഡിനാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്ന ഒരു ഓർഡർ ഉപയോഗിച്ചിട്ടാണ് സ്റ്റോക്കുകൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് അന്നത്തെ ദിവസം ആ ഒരു സ്റ്റോക്ക് എക്സിറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ആ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ബൈ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ആ ഒരു മാർക്കറ്റ് എൻഡ് ആവുന്നതിന് മുന്നേ 3:30 മുന്നേ നിങ്ങൾ ആ ഒരു സ്റ്റോക്ക് എക്സിറ്റ് ചെയ്തിരിക്കണം. ഇനി ഇൻ കേസ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത്, ഇഫ് യു ഫെയിൽ ടു ഡു സോ യുവർ ബ്രോക്കർ മേ സ്ക്വയർ ഓഫ് യുവർ പൊസിഷൻ. അതായത് പറയുന്ന ഇത്രയുള്ള സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞത് എക്സിറ്റ് ചെയ്യും. അതായത് നമ്മുടെ സൈഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ തന്നെ ആ ഒരു പൊസിഷൻ, ഞാൻ ബൈ ചെയ്ത സ്റ്റോക്ക് അന്നത്തെ ദിവസം ഞാൻ ഇൻട്രാഡേയിൽ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രോക്കർ തന്നെ ഓട്ടോമാറ്റിക്കലി ആ പൊസിഷൻ നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ബ്രോക്കർ തന്നെ സ്ക്വയർ ഓഫ് ചെയ്യും. ആ സമയത്ത് എത്രയാണോ മാർക്കറ്റിൽ പ്രൈസ് ഉള്ളത് ആ ഒരു പ്രൈസിൽ ബ്രോക്കർ ഓട്ടോമാറ്റിക്കലി ബ്രോക്കറിൻ്റെ സൈഡിൽ നിന്ന് സ്ക്വയർ ഓഫ് ചെയ്യും. അതിന് മേ ബി ചെറിയൊരു ചാർജ് ഉണ്ട്, ഒരു 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു എക്സ്ട്രാ ചാർജും ബ്രോക്കർ, ഒരു RMS എന്ന് പറഞ്ഞാൽ
അതിൻ്റെ ഒരു ചാർജ് കൂടി എക്സ്ട്രാ പിടിക്കും. അതുകൊണ്ട് തന്നെ ഒന്നിക്കൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ബ്രോക്കർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സൈഡിൽ നിന്ന് ആ ഒരു സംഭവം ചെയ്യും. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഇപ്പോൾ ഡെലിവറി ട്രേഡിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ ഈ ഒരു ഡെലിവറി ട്രേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇട്ടിട്ടാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഡെലിവറി ട്രേഡ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ദിവസത്തിൽ കൂടുതൽ നമുക്ക് എന്താണ് കയ്യിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ഡെലിവറി ട്രേഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഡെലിവറി ട്രേഡ് എന്ന് പറയുന്ന ഓർഡർ ടൈപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ആ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യാം. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഞാൻ ഒരു ഉദാഹരണത്തിന് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ഈ ഒരു സ്റ്റോക്ക് ഡെലിവറി എടുക്കാം. ഞാനൊരു 100 ക്വാണ്ടിറ്റി 500 രൂപയ്ക്ക് ഒരു 100 ക്വാണ്ടിറ്റി സ്റ്റോക്ക് 50,000 രൂപ കൊടുത്ത് ആ ഒരു സ്റ്റോക്ക് വാങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഒരു 510 രൂപയിലെത്തി. എനിക്ക് കുറച്ച് ലാഭം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഒരു സ്റ്റോക്ക് ചിലപ്പോൾ നാളത്തേക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞാലോ, എന്നാൽ എനിക്ക് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് തന്നെ എക്സിറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഡെലിവറി ട്രേഡിൽ ചെയ്യാം. ഈ ഒരു സ്റ്റോക്ക് അന്ന് തന്നെ എക്സിറ്റ് ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ആ സമയത്ത് ഈ ഒരു ട്രേഡിനെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രേഡ് നമ്മളൊരു ഇൻട്രാഡേ ട്രേഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതൊരു ഡെലിവറി ട്രേഡ് ആയിട്ടായിരിക്കില്ല. ബട്ട് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഡെലിവറി ട്രേഡ് ഇട്ടിട്ടാണ് നിങ്ങൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ അന്നത്തെ ദിവസം തന്നെ അത് എക്സിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളൊരു സ്റ്റോക്ക് ഇൻട്രാഡേയിലാണ് വാങ്ങിയത് എന്നുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ ആ ഒരു സ്റ്റോക്കിനെ ഡെലിവറിയിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രാഡേയിൽ ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺവേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. ഈ ഒരു കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രാഡേയിൽ വാങ്ങിയ സ്റ്റോക്സിനെ നമുക്ക് ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്താണ് ഈ ഒരു ഓപ്ഷൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു ദിവസം ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോക്ക് വാങ്ങി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്ക് വാങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുകയാണ് മേ ബി ഈ ഒരു സ്റ്റോക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നല്ല രീതിയിൽ മുകളിലോട്ട് മൂവ്മെന്റ് നടത്താൻ നല്ല രീതിയിൽ ഒരു ലാഭം കിട്ടാനൊരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് വേണമെങ്കിൽ എനിക്ക് ഒരു ഇൻട്രാഡേ ട്രേഡിൽ ഈ ഒരു സ്റ്റോക്കിനെ കൺവേർട്ട് ചെയ്ത് ഡെലിവറിയിലേക്ക് മാറ്റി കുറച്ച് ദിവസം എൻ്റെ കയ്യിൽ വെച്ചിട്ട് നല്ല ലാഭം കിട്ടുന്ന സമയത്ത് എനിക്ക് സെല് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഒട്ടുമിക്ക ആളുടെ മനസ്സിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഡൗട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇത്തരത്തിലൊരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നത്? അതായത് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കുറച്ച് സമയം മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് വാങ്ങി കുറച്ച് ദിവസം കയ്യിൽ വെച്ച് അത് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന സമയത്ത് നല്ല ലാഭത്തിൽ വെക്കുന്നത് നല്ലതെന്നാണ് കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നതെന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഞാനിപ്പോൾ ക്ലിയർ ചെയ്തുതരാം. ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരിക്കലും സ്റ്റോക്കിൻ്റെ പ്രൈസ് അവിടെ ഇങ്ങനെ ഫിക്സഡ് ആയിട്ട് നിൽക്കല്ല ചെയ്യാം. അവിടെ എന്താണ് ഈ ഒരു സ്റ്റോക്ക് ഓരോ സെക്കൻഡിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഇപ്പോൾ നോർമലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക മാർക്കറ്റിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഒട്ടുമിക്ക സ്റ്റോക്കുകളുടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞ് ഒരു 3% റേഞ്ചിലായിരിക്കും. അതായത് ഇപ്പോൾ ഒരു 100 രൂപേൻ്റെ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അത് മേ ബി ഒരു 103 രൂപ വരെ മുകളിലോട്ട് പോകാം, അല്ലെങ്കിൽ ഒരു 97 രൂപ വരെ താഴത്തോട്ടേക്ക് വരാം. ഈ ഒരു റേഞ്ചിനുള്ളിലായിരിക്കും. അതായത് ഒരു 3% മുകളിലോട്ടും 3% താഴത്തോട്ടും. അപ്പോൾ അതിന് മുകളിലോട്ട് പോയില്ല എന്നല്ല, മേ ബി ചില സ്റ്റോക്കിൽ 20% മുകളിലോട്ട് പോകാം, 10% പോകാം, അല്ലെങ്കിൽ 10% താഴത്തോട്ടേക്ക് പോകാം. ഇതൊക്കെ പോസിബിൾ ആണ്. ബട്ട് വളരെ റെയർ ആയിട്ടുള്ള കേസുകളാണ്. നോർമലി നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 3% റേഞ്ചിലാണ് ഇത്തരത്തിൽ സ്റ്റോക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത്തരത്തിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ ഒരു മൂവ്മെന്റ് ഈ ഒരു റേഞ്ചിൽ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ആൾക്കാർ എന്താണ് ഈ ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഡേ ട്രേഡേഴ്സ് നമ്മൾ വിളിക്കും. ഡേ ട്രേഡേഴ്സ് എന്താണ് ചെയ്യുക? ഡേ ട്രേഡേഴ്സ് ഈ ഒരു മൂവ്മെന്റ് ഇത്തരത്തിൽ നടക്കുന്ന മൂവ്മെന്റ്സ് ക്യാച്ച് ചെയ്യാൻ നോക്കും. മൂവ്മെന്റ്സ് നോക്കിയിട്ട് ഒരു നല്ലൊരു പ്രൈസ് ലെവൽ ആ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുത്തിട്ട് നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന സമയത്ത് ആ ഒരു സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ എന്താണ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡെയിലി ഉണ്ടാവുന്ന ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസിൽ ഉണ്ടാവുന്ന ആ ഒരു ഫ്ലക്ച്വേഷൻസ് ആ ഒരു മൂവ്മെന്റ്സിനെ ക്യാച്ച് ചെയ്തിട്ട് നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ, ഒരു ഡെയിലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ദ പർപ്പസ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ് ത്രൂ മൂവ്മെന്റ് ഓഫ് മാർക്കറ്റ്. അതായത് മാർക്കറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ സ്റ്റോക്കുകളുടെ മൂവ്മെന്റ്സിനെ ക്യാച്ച് ചെയ്തിട്ട് അതിനകത്ത് ഒരു റിട്ടേൺ ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. രണ്ട് തരത്തിൽ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഡെലിവറി ട്രേഡിന്റെ കേസിൽ എങ്ങനെയാണ്? നമുക്ക് ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതായത് ഒരു സ്റ്റോക്ക് ഒരു നല്ലൊരു പ്രൈസിൽ നമുക്കൊരു സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം എന്താണ് പിന്നീട് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് ആ ഒരു സ്റ്റോക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു 100 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു 120 രൂപയിൽ എത്തുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ വിൽക്കാം. അപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിയ പ്രൈസിനേക്കാളും കൂടുന്ന സമയത്താണ് നമുക്ക് ലാഭം കിട്ടുന്നത്. ഇനി അതേ സമയത്താണ് 100 രൂപയ്ക്ക് വാങ്ങിയ സ്റ്റോക്കിന്റെ പ്രൈസ് 90 രൂപയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്താണ് അവിടെ ലോസ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെലിവറി ട്രേഡിൽ സ്റ്റോക്കുകളിൽ ഡെലിവറി ട്രേഡ് ചെയ്യുന്ന സമയത്ത്, അതായത് പൊസിഷണൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റോക്കിന്റെ വില കൂടിയാൽ മാത്രമേ നമുക്ക് ലാഭം കിട്ടുള്ളൂ. എന്നാൽ ഇൻട്രാഡേ ട്രേഡിൽ അങ്ങനെയല്ല. ഇൻട്രാഡേ ട്രേഡിൽ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് ആദ്യം ബൈ ചെയ്യാം. അതായത് നേരത്തെ നമ്മൾ ഡെലിവറി ട്രേഡിൽ ചെയ്യുന്ന പോലെ സ്റ്റോക്ക് നമ്മൾ എന്താണ് ഡെലിവറി ട്രേഡിൽ ആദ്യം ബൈ ചെയ്യും, പിന്നീട് എന്താണ് വില കൂടുന്ന സമയത്ത് സെല്ല് ചെയ്യും. അതാണ് ഡെലിവറി ട്രേഡിൽ ചെയ്യുന്നത്. ആ സെയിം സംഭവം നമുക്ക് എന്താണ് ഇൻട്രാഡേ ട്രേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ബൈ ചെയ്യും, അതിന്റെ വില കൂടുന്ന സമയത്ത് നമുക്ക് സെല്ല് ചെയ്തിട്ട് അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇൻട്രാഡേ ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്.
രണ്ടാമത്തെ ഒരു മെത്തേഡ് മേ ബി നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ തോന്നാം, കുറച്ച് ഡൗട്ട് തോന്നാം. ഇതിനെപ്പറ്റി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ജസ്റ്റ് ഓർത്ത് വെക്കുക അല്ലെങ്കിൽ മനസ്സിൽ വെക്കുക. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റോക്ക് വേണമെങ്കിൽ ആദ്യം സെല്ല് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ കയ്യിലില്ലാത്ത സ്റ്റോക്ക് ആണെങ്കിൽ പോലും ഇൻട്രാഡേയിൽ മാത്രം, ഡെലിവറിയിലല്ല ഇൻട്രാഡേയിൽ മാത്രം നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ ആദ്യം സെല്ല് ചെയ്യാൻ സാധിക്കും. സെല്ല് ചെയ്തതിന് ശേഷം എന്താണ്, പിന്നീട് നമുക്കിത് തിരിച്ച് വാങ്ങിയാൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതായത് എന്തിനാണ് ഈ ഒരു മെത്തേഡ്, ഈ രണ്ടാമത്തെ മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തോന്നുകയാണ് ഒരു സ്റ്റോക്ക്, ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന്റെ പ്രൈസ് താഴത്തോട്ടേക്ക് ഫോളോ ചെയ്യാനാണ് സാധ്യത. നമ്മൾ പറഞ്ഞു ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആളുകൾ ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഇൻട്രാഡേ ട്രേഡിൽ പ്രത്യേകിച്ച് ഫണ്ടമെന്റൽ അനാലിസിന് പ്രത്യേകിച്ച് വേറെ റോളും കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ്ലി ടെക്നിക്കൽ അനാലിസിനാണ് ഈ ഒരു ഇൻട്രാഡേ ട്രേഡിലേക്ക് വരുന്ന സമയത്ത് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ട് മനസ്സിലാക്കി ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഇനി താഴത്തോട്ടേക്ക് വരാനാണ് സാധ്യത എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ ആദ്യം ഒരു ഉയർന്ന പ്രൈസിൽ ഈ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യാം. സെല്ല് ചെയ്തതിന് ശേഷം ഇത് പിന്നീട് എന്താണ്, വില കുറയുന്ന സമയത്ത് ഒരു 95 രൂപ വില കുറയുന്ന സമയത്ത് തിരിച്ച് വാങ്ങിയിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് അത് ഓർത്ത് വെച്ചാൽ മതി. കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഷോർട്ട് സെല്ലിംഗ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇതിന് പറയുന്ന പേരാണ് ഷോർട്ട് സെല്ലിംഗ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സെല്ലിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ചെയ്യാം. ഇവിടെയാണ് പറയുന്നത് ദേ മേ എയ്തർ ബൈ, അതായത് ഇൻട്രാഡേ ട്രേഡേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദേ മേ എയ്തർ ബൈ ഫസ്റ്റ് ആൻഡ് സെൽ, ഒന്നുകിൽ ആദ്യം ബൈ ചെയ്യും പിന്നീട് സെല്ല് ചെയ്യും. അതാണ് ഇപ്പം പറഞ്ഞ ഫസ്റ്റത്തെ മെത്തേഡാണിത്. ഇനി അതുപോലെ എന്താണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ആദ്യം സെൽ ഫസ്റ്റ്, ഒന്നുകിൽ ആദ്യം സെല്ല് ചെയ്യും അല്ലെങ്കിൽ എന്താണ് സെല്ല് ചെയ്തതിന് ശേഷം തിരിച്ചു വാങ്ങും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഇൻട്രാഡേ ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുക. അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഈ രണ്ട് മെത്തേഡിലാണ്. ബട്ട് ഈ പറഞ്ഞ ഈ രണ്ടാമത്തെ കാര്യം, സെല്ല് ചെയ്തിട്ട് നമുക്ക് പിന്നീട് വില കുറയുമ്പോൾ തിരിച്ചു വാങ്ങാന്നുള്ള സംഭവം നമുക്ക് ഡെലിവറി ട്രേഡിൽ പോസിബിൾ അല്ല. അപ്പോൾ അത് ഇൻട്രാഡേ ട്രേഡിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. അതായത് നമ്മളൊരു സ്റ്റോക്ക് ഡെലിവറിയിലാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ആ ഒരു സ്റ്റോക്കിനെ സെയിം ഡേ തന്നെ നമുക്ക് സെല്ല് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ സെയിം ഡേ ആണ് നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡിനെ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡെലിവറി ട്രേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ടൈപ്പ് നമുക്ക് ഈ ഒരു ഡെലിവറി എന്ന് പറയുന്ന ഓർഡർ ടൈപ്പിനെ വെച്ച് ചെയ്താൽ പോരെ? അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ലീവറേജ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. ലീവറേജ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഇതിനെ ലോൺ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് മലയാളത്തിൽ ഇതിന് വേണമെങ്കിൽ കടന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ലീവറേജ് ആണ് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്ന ആ ഒരു ഓർഡർ ടൈപ്പിൻ്റെ വൺ ഓഫ് ദി ഒരു മേജർ ബെനിഫിറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ലീവറേജ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ അതിന് നമ്മൾ എന്താണ് ഡെലിവറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ എനിക്കൊരു ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർസ് ഇപ്പോൾ 500 രൂപയാണ് ഒരു ഷെയറിനുണ്ടെങ്കിൽ എനിക്കൊരു 100 ക്വാണ്ടിറ്റി ഈ ഒരു സ്റ്റോക്ക് വാങ്ങണം, ഡെലിവറിയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ, എൻ്റെ അക്കൗണ്ടിൽ, എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ 50,000 രൂപ 50,000 റുപ്പീസ് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റോക്ക് എനിക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ഡെലിവറിയിലാണ് സ്റ്റോക്ക് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും എനിക്ക് ഈ ഒരു സ്റ്റോക്ക് എൻ്റെ കയ്യിൽ വെക്കാം. ഞാനാണ് ആ ഒരു സ്റ്റോക്കിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്. എത്ര കാലം വേണമെങ്കിലും എനിക്ക് കയ്യിൽ വെക്കാം, എത്ര കൊല്ലം വേണമെങ്കിലും എൻ്റെ കയ്യിൽ വെക്കാം. ബട്ട് എന്താണ്, ഈ ഒരു ഫുൾ എമൗണ്ട് കൊടുത്താൽ മാത്രമേ എനിക്ക് ഒരു സ്റ്റോക്ക് വാങ്ങാൻ പറ്റുള്ളൂ. എന്നാൽ അതേ സമയത്ത് ഇൻട്രാഡേ ട്രേഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫുൾ എമൗണ്ട്, ഈ ഒരു സെയിം സ്റ്റോക്ക്, ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർസ് 500 രൂപേൻ്റെ ഷെയർസ് 100 ക്വാണ്ടിറ്റി വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 50,000 രൂപേൻ്റെ ആവശ്യം എനിക്ക് അവിടെ വരില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ലീവറേജ് എന്ന് പറയുന്ന ഫാക്ടറാണ്. അതായത് നമ്മളുടെ ബ്രോക്കേഴ്സ് നമ്മൾക്ക് ആ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ ആ ഒരു ദിവസത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു ട്രേഡിംഗ് പീരീഡിൽ ആ 9 മണി മുതൽ 3:30 വരെയുള്ള ഒരു ടൈമിൽ നമുക്ക് കുറച്ച് എമൗണ്ട് കടമായിട്ട് തരും, നമുക്കൊരു ലോൺ ആയിട്ട് തരും. ആ ഒരു ലോൺ തരുന്ന ഒരു എമൗണ്ടിനാണ് നമ്മൾ ലീവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര രൂപ ലീവറേജ് ആയിട്ട് ലോൺ ആയിട്ട് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ടൈംസ് നമുക്ക് ലോൺ കിട്ടും. ഓക്കെ, ഒരു ദിവസത്തേക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് കിട്ടുക 5 ഇരട്ടി, നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസേൻ്റെ 5 ഇരട്ടീൻ്റെ ഷെയർസ് വരെ നമുക്ക് ഒരു ദിവസം വാങ്ങാൻ പറ്റും. ഓക്കെ, അതായത് ഇത് മുന്നേ ആണെന്നുണ്ടെങ്കിൽ, കുറച്ച് കാലം മുന്നേ വരെ 20 ടൈംസ് 30 ടൈംസ് ഒക്കെ ഇതിൻ്റെ ലീവറേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് സെബീൻ്റെ സൈഡിൽ കുറച്ച് റൂളും കാര്യങ്ങളൊക്കെ ചേഞ്ച്, കുറച്ചുകൂടി റെസ്ട്രിക്ഷൻസ് വന്ന സമയത്താണ് ഇതിപ്പോൾ 5 ടൈംസ് ആയിട്ട് എല്ലാ ബ്രോക്കേഴ്സും കുറച്ചത് 30 ടൈംസ് ഒക്കെ ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് 30 ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ 1000 രൂപ 1000 റുപ്പീസ് മാത്രമേ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും എനിക്കിവിടെ 30 ടൈംസ് ഒക്കെ ഉള്ള സമയത്ത് 30,000 രൂപേൻ്റെ ഷെയർസ് എനിക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു. 30,000 രൂപേൻ്റെ ഷെയർസ് ആ ഒരു ദിവസത്തേക്ക് മാത്രമാണ്. ഞാൻ അന്നത്തെ ദിവസം തന്നെ ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ നമുക്ക് ലീവറേജ് കിട്ടും. അതാണ് ഇൻട്രാഡേ ട്രേഡിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഇൻട്രാഡേ എന്ന് പറഞ്ഞ ഒരു ഓർഡർ ടൈപ്പ് ഉപയോഗിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ കേസിൽ നിന്നാണ് ഡെലിവറിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഒരു 500 രൂപേൻ്റെ ഷെയർസ് 100 ക്വാണ്ടിറ്റി വാങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ
50,000 റുപ്പീസ് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അതേ സമയത്ത് ഇൻട്രാഡേയിലേക്ക് വരുന്ന സമയത്ത് ഇൻട്രാഡേയിലേക്ക് വരുമ്പോൾ എന്താണ് ഇതിന്റെ 1/5 ഈ 50,000 ഇപ്പോൾ 5 ടൈംസ് ആണ് ലീവറേജ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 5 ടൈംസ് ലീവറേജ് ആണ് നമുക്കിപ്പം ബ്രോക്കേഴ്സ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ടോട്ടൽ എമൗണ്ടിനെ ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ 5 ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ട് മതി എൻ്റെ അക്കൗണ്ടിൽ. അപ്പോൾ ഇവിടെ എന്താണ് 50,000 ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ 50,000 ഹരിക്കണം 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 10,000 റുപ്പീസ് കിട്ടും. അപ്പോൾ എനിക്കിവിടെ എൻ്റെ അക്കൗണ്ടിൽ 10,000 റുപ്പീസ് മാത്രം മതി എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് വാങ്ങാൻ. അപ്പോൾ ഇതാണ് ഇൻട്രാഡേ ട്രേഡിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ചെറിയൊരു ക്യാപിറ്റൽ ഉള്ള ആളുകൾക്ക് പോലും എന്താണ് നമുക്ക് കൂടുതൽ എമൗണ്ടിന് സ്റ്റോക്കുകൾ വാങ്ങാനും വലിയ എമൗണ്ട് പ്രോഫിറ്റ് എടുക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലീവറേജ് കിട്ടും. ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ നമുക്ക് കടം കിട്ടും ഒരു ഷോർട്ട് പീരീഡിലേക്ക്. ഇനി ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? ബെനിഫിറ്റ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഇതിനൊരു റിസ്ക്കും ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട്. അതെന്താണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഞാൻ ഒരു 100 രൂപേൻ്റെ ഷെയർസ്, ഓക്കെ, ഒരു 100 രൂപേൻ്റെ ഷെയർ എൻ്റെ അക്കൗണ്ടിൽ ഒരു 20,000 റുപ്പീസ് ഉണ്ട്. 20,000 രൂപ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, 20,000 രൂപ എൻ്റെ കയ്യിലുള്ളത്. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ എനിക്കിപ്പോൾ ഡെലിവറി ലീവറേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല, ഡെലിവറി ട്രേഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇൻട്രാഡേ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് 20,000 രൂപ കൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റുന്ന ഷെയർസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 രൂപേൻ്റെ ഷെയർസ് 200 ക്വാണ്ടിറ്റി എനിക്ക് വാങ്ങാം. 200 × 100 ആണ് 20,000. അപ്പോൾ 200 ക്വാണ്ടിറ്റി, ഈ 100 രൂപേൻ്റെ ഷെയർസ് 200 ക്വാണ്ടിറ്റി എനിക്ക് വാങ്ങാം. ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, ഈ ഒരു സ്റ്റോക്കിൻ്റെ വില ഞാൻ ബൈ ചെയ്തു. ഓക്കെ, 100 രൂപയ്ക്ക് ഞാൻ ഈ ഒരു സ്റ്റോക്ക് 200 ക്വാണ്ടിറ്റി ഡെലിവറിയിൽ മീൻസ് അതായത് ഞാൻ ഡെലിവറി ഉപയോഗിച്ചിട്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന കേസാണ് പറയുന്നത്. ഞാൻ വാങ്ങി, അങ്ങനെയാണെന്ന് എന്താണ് എനിക്കിവിടെ 200 ക്വാണ്ടിറ്റി കിട്ടി. ഇനി ഇൻ കേസ് ഈ ഒരു സ്റ്റോക്കിൻ്റെ വില 102 രൂപയായെന്ന് വിചാരിക്കുക. 100 രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഞാൻ വാങ്ങിയതിന് ശേഷം അതിൻ്റെ വില കൂടി 102 രൂപയായി. കാരണം എന്താണ് മാർക്കറ്റ് ഓബിയസ്ലി സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 100 രൂപയിൽ നിന്ന് 102 രൂപയായി. ആ സമയത്ത് നിങ്ങൾ നോക്കുക, ഈ ഒരു എനിക്ക് കിട്ടിയ ലാഭം എത്രയാണ്? 2 രൂപയാണ് കൂടിയത്. അപ്പോൾ 2 രൂപയാണ് ഞാൻ വാങ്ങിയതിന് ശേഷം കൂടിയത്. അപ്പോൾ അതാണ് ഒരു സ്റ്റോക്കിന് മുകളിൽ എനിക്ക് കിട്ടിയ ലാഭം. അത്തരത്തിൽ 200 സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്ക് കിട്ടിയ ലാഭം 400 രൂപയാണ്. 400 റുപ്പീസ് എനിക്ക് അവിടെ ലാഭം കിട്ടി ഈ ഏത് കേസിൽ. ഓക്കെ, 400 റുപ്പീസ് ലാഭം കിട്ടി ഈ ഒരു ഡെലിവറി എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇൻട്രാഡേ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി അതേ സമയത്ത് നിങ്ങൾ നോക്കുക, എനിക്ക് എന്താണ് 20,000 രൂപയാണ് എൻ്റെ അക്കൗണ്ടിലുള്ളത്. ആ സമയത്ത് എനിക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ എനിക്ക് എന്താണ് എൻ്റെ ബ്രോക്കർ എനിക്ക് 1,00,000 രൂപ തരും. എൻ്റെ കയ്യിലുള്ള പൈസേൻ്റെ 5 ടൈംസ് എനിക്ക് എമൗണ്ട് ബ്രോക്കർ എനിക്ക് തരും. അതായത് 1,00,000 രൂപ എനിക്ക് 1,00,000 രൂപേൻ്റെ ഷെയർസ് എനിക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ 1,00,000 രൂപ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് 100 രൂപേൻ്റെ സ്റ്റോക്ക് വാങ്ങുന്നതുണ്ടെങ്കിൽ എനിക്ക് എന്താണ് 100 രൂപേൻ്റെ സ്റ്റോക്ക് 1000 ക്വാണ്ടിറ്റി എനിക്ക് വാങ്ങാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്താണ് ഈ ഒരു ക്വാണ്ടിറ്റിൻ്റെ 5 ടൈംസ് 1000 ക്വാണ്ടിറ്റി എനിക്ക് വാങ്ങാൻ പറ്റും. കാരണം എന്താണ് ലീവറേജ് 5 ടൈംസ് ലീവറേജ് ഉണ്ട്. അപ്പോൾ 1000 ക്വാണ്ടിറ്റി ഞാൻ അവിടെ വാങ്ങി. ഇനി നിങ്ങൾ നോക്കുക, ഈ 2 രൂപ നേരത്തെ സെയിം കേസ് 100 രൂപക്ക് വാങ്ങിയതിന് ശേഷം 2 രൂപ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടി. 2 രൂപ കൂടി. എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മുടെ കയ്യിൽ? 1000 ക്വാണ്ടിറ്റി. 2 × 1000 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 2,000 രൂപേൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ എത്രയാണ്? 400 രൂപേൻ്റെ പ്രോഫിറ്റാണ് കിട്ടിയത്. ഇവിടെ എന്താണ് 2,000 രൂപേൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ വലിയൊരു എമൗണ്ട് നമ്മൾക്ക് ഒരു ദിവസത്തേക്ക് ഇങ്ങനെ ഒരു കടം പോലെ കിട്ടുന്നത് കൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു ക്യാപിറ്റലാണ് നമ്മുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു എമൗണ്ട് വെച്ച് നമുക്ക് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ 2,000 രൂപേൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 2,000 രൂപേൻ്റെ പ്രോഫിറ്റാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് 20,000 മാത്രമാണ്. നമ്മുടെ ശരിയായ പൈസ എന്ന് പറഞ്ഞാൽ 20,000 രൂപ മാത്രമാണ്. ഇവിടെ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാപിറ്റലിൻ്റെ 10% ഒരു ദിവസം എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. 10% എനിക്ക് ഒരു ദിവസം എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. എന്നാൽ അതേ സമയത്ത് ഇവിടെയാണെങ്കിൽ എന്താണ് ഇവിടെ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലുള്ള അത് ഡെലിവറി വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ 2% മാത്രമാണ് എനിക്ക് കിട്ടിയ പ്രോഫിറ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഇതാണ് ഈ ഒരു ഇൻട്രാഡേ ട്രേഡിൻ്റെ ഈ ഒരു ലീവറേജ് കിട്ടുന്നതിൻ്റെ ബെനിഫിറ്റ്. ഇനി ഇതിന് അതിൻ്റെതായ നെഗറ്റീവ് സൈഡ് ഉണ്ട്. നിങ്ങൾ നോക്കുക, നേരത്തെ 2 രൂപ മുകളിലോട്ട് പോയതിന് പകരം 2 രൂപ താഴത്തോട്ട് 2 റുപ്പീസ് ഫോൾ ആയി 100 രൂപേൻ്റെ സ്റ്റോക്ക് 98 രൂപയായി കഴിഞ്ഞാൽ 2 രൂപ എനിക്ക് ലോസ് ആണ് ഒരു സ്റ്റോക്കിൽ. അതേസമയത്ത് നിങ്ങൾ നോക്കുക, ഞാൻ ഈ ലീവറേജ് വെച്ചിട്ട് വാങ്ങിയ കേസിൽ 1000 × 2 ചെയ്ത് കഴിഞ്ഞാൽ 2,000 രൂപേൻ്റെ ലോസ് എനിക്ക് അവിടെ വരും. 2,000 രൂപേൻ്റെ ലോസ് എന്ന് പറയുന്നത് എൻ്റെ ക്യാപിറ്റലിൻ്റെ 10% ലോസ് അവിടെ എനിക്ക് വരും. അപ്പോൾ ഇതിന് ലീവറേജ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്. നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടല്ല നമ്മൾ ഈ ലീവറേജ് എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്തിട്ടല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ റിസ്ക് തന്നെ വരും. അപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇത് ഇൻട്രാഡേ ട്രേഡിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഇൻട്രാഡേ എന്ന് പറഞ്ഞ ഒരു ഓർഡർ ടൈപ്പിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് ഈ ഒരു ലീവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞൊരു കാര്യം, അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻട്രാഡേ ട്രേഡിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ ഒന്നാണ് ഈ ലീവറേജ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കേസാണ് സെൽ ഫസ്റ്റ് ബൈ ലേറ്റർ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇൻട്രാഡേയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്റ്റോക്കുകളിൽ, ഇക്വിറ്റിയിൽ നമുക്ക് ഇൻട്രാഡേയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്
ഇക്വിറ്റി എന്ന് പറയുന്നത് സ്റ്റോക്കുകളെ തന്നെയാണ്, സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെയാണ് ഇക്വിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റോക്കുകളിൽ നമുക്ക് ഒരിക്കലും ഇൻട്രാഡേയിൽ മാത്രമാണ് നമുക്ക് ആദ്യം സെല്ല് ചെയ്യാം, ഷോർട്ട് സെല്ലിംഗ് ചെയ്യാൻ പറ്റുന്നത് ഇൻട്രാഡേയിൽ മാത്രമാണ്. നമുക്ക് ഒരിക്കലും ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഷോർട്ട് സെല്ലിംഗ്, അതായത് ഒരു സ്റ്റോക്കിന്റെ വില കുറയാനാണ് സാധ്യത എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ആദ്യം സെല്ല് ചെയ്യാം, പിന്നീട് തിരിച്ചു വാങ്ങാം. ഈ സംഭവത്തിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. ഇനി മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓവർനൈറ്റ് റിസ്ക് ഇല്ല. ഓവർനൈറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ 500 രൂപേൻ്റെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർസ് വാങ്ങി, ഡെലിവറി ആയിട്ട് വാങ്ങി. ഓക്കെ, ഡെലിവറി ആയിട്ട് ഞാൻ ഈ ഒരു സ്റ്റോക്ക് വാങ്ങി, ഞാൻ കുറച്ച് ദിവസം കയ്യിൽ വെക്കാമെന്നാണ് വിചാരിച്ചത്. എന്ത് സംഭവിച്ചു? രാത്രി ഞാൻ ആ ട്രേഡ് എടുത്ത് അന്നത്തെ ദിവസം കഴിഞ്ഞു, മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം മേ ബി രാത്രിയോ മറ്റോ എന്തെങ്കിലും ഒരു ന്യൂസ്, മേ ബി ടാറ്റ മോട്ടോഴ്സിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ്, ഇനി ഇൻ കേസ് ഒരു യുദ്ധം വരികയാണ്, അങ്ങനത്തെ സംഭവം ന്യൂസ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ സ്റ്റോക്കിനെ നല്ല സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ മൊത്തത്തിൽ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒട്ടുമിക്ക സ്റ്റോക്കുകളും അതിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടായിരിക്കും ഓപ്പൺ ആവുക. മേ ബി ഈ ഒരു 500 നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് ചിലപ്പം പിറ്റേ ദിവസം ഓപ്പൺ ചെയ്യുക, നെക്സ്റ്റ് ഡേ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 450 രൂപക്കായിരിക്കും. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് ഒരു സ്റ്റോക്കിന് മുകളിൽ തന്നെ 50 രൂപേൻ്റെ 50 റുപ്പീസിൻ്റെ റിസ്ക് വന്നു. അപ്പോൾ ഇതിനെയാണ് ഓവർനൈറ്റ് റിസ്ക്. അപ്പോൾ നമുക്ക് ഈ ഓവർനൈറ്റ് നടക്കുന്ന ആഫ്റ്റർ മാർക്കറ്റ് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേറെ കൺട്രോളൊന്നുമില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതിനാണ് നമ്മൾ ഓവർനൈറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിലേക്ക് വരുന്ന കേസിൽ എന്താണ്, നമ്മളിത് ആ ഒരു മാർക്കറ്റ് ടൈമിൽ ആ 9 മുതൽ 3:30 വരെ എന്നുള്ള ടൈമിൽ ആ ട്രേഡ് തീർന്നു. പിന്നീട് അതിനുശേഷം മാർക്കറ്റിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതും ഇൻട്രാഡേ ട്രേഡിൻ്റെ ഒരു ബെനിഫിറ്റാണ് ഈ പറയുന്ന ഈ ഒരു ഓവർനൈറ്റ് റിസ്ക് ഇല്ല എന്നുള്ളത്. ഇനി നമ്മൾ ഇൻട്രാഡേ ട്രേഡിൻ്റെ നെഗറ്റീവ് സൈഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു തന്നെയാണ്, അതായത് ആ ഒരു ഹൈ റിസ്ക് അവിടെയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ലീവറേജ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എഗെയിൻസ്റ്റ് മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് അല്ല ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയൊരു ലോസ് വരാനുള്ള ഒരു സാധ്യത ഇൻട്രാഡേ ട്രേഡിലുണ്ട്. പ്രത്യേകിച്ച് ലീവറേജും കൂടി ഉപയോഗിക്കുമ്പോൾ വലിയൊരു പെർസെൻറ്റേജിൻ്റെ ലോസ് വരാനുള്ള സാധ്യത നമുക്ക് ഇൻട്രാഡേ ട്രേഡിലുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇനി ടൈം ഇൻറ്റൻസീവ്, അതായത് നമുക്ക് എന്താണ് മാർക്കറ്റ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഒരു മാർക്കറ്റ് നോക്കിയിരിക്കണം, മാർക്കറ്റ് വാച്ച് ചെയ്തിരിക്കണം. നമ്മളൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം, അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ കുറച്ച് ടൈം കൂടുതൽ ആവശ്യമുള്ള ഒരു സംഭവമാണ് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത്. അതേസമയത്ത് ഡെലിവറി ട്രേഡ് ആണെങ്കിൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ചും കൂടി ടൈം കുറവും മതി നമുക്ക് ഈ ഡെലിവറി ട്രേഡ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ്, ഷോർട്ട് ടേം ട്രേഡ് ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ ലോങ് ടേം ട്രേഡ് ആണെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് അതിന് പ്രത്യേകിച്ച് വേറെ ലോങ് ടേം ആണെങ്കിൽ പിന്നെ വളരെ കുറച്ച് ടൈം മതി. പക്ഷേ ഇൻട്രാഡേ ട്രേഡിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടൈം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് തുടക്കക്കാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാർക്കറ്റിൽ നല്ല വോൾട്ടൈലിറ്റി വരികയാണെങ്കിൽ, വോൾട്ടൈലിറ്റി മീൻസ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ ചില ഇവൻസ് മീൻസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോൾ യുദ്ധം വരികയാണ്, അല്ലെങ്കിൽ കൊറോണ വന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ബഡ്ജറ്റ് വരുന്ന സമയങ്ങളിൽ, അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ മാർക്കറ്റിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മുകളിലോട്ടും താഴത്തോട്ടും ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഹൈലി വോൾട്ടൈൽ ആയിട്ടുള്ള മാർക്കറ്റ്, ഹൈലി ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നോർമലി നമുക്കൊരു 3% ഒക്കെ മൂവ്മെന്റ് ആയിരിക്കും മാർക്കറ്റിൽ കാണാം. ബട്ട് ഇത്തരത്തിൽ വലിയ വോൾട്ടൈലിറ്റി വരുന്ന മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇവന്റ് ഒക്കെ നടക്കുന്ന സമയത്തിൽ നല്ല രീതിയിൽ സ്റ്റോക്കിന്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. മേ ബി ഒരു 10% മൂവ്മെന്റ് ഒക്കെ നടക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ആ ട്രേഡ് എടുക്കാന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നെർവസ് ആയിരിക്കും, നമുക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ സ്റ്റോക്കിൽ അനാലിസിസ് ചെയ്ത് എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതും എന്താണ്, അപ്പോൾ ഈ ഒരു ഇൻട്രാഡേ ട്രേഡിൽ മറ്റൊരു പ്രശ്നമാണ് ഈ പറയുന്ന ഈ വലിയൊരു വോൾട്ടൈലിറ്റി മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇൻട്രാഡേ ട്രേഡിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസത്തെ ട്രേഡാണ് ഇൻട്രാഡേ ട്രേഡ്. ഒരു ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ട്രേഡിനെയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് അടുത്ത വീഡിയോയിൽ ഇനി എങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോംസ്, ഈ പറയുന്ന നമ്മുടെ ട്രേഡിംഗ് ടെർമിനൽ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. സെറോദിൻ്റെയും അപ്സ്റ്റോക്സിൻ്റെയും പ്ലാറ്റ്ഫോംസ് എങ്ങനെയാണ് ഉപയോഗിക്കുക കാണിച്ചുതരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം ഞാൻ അടുത്ത വരുന്ന വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഷോർട്ട് സെല്ലിംഗ്, ആ ഒരു ഷോർട്ട് സെല്ലിംഗ് ഈ ഇൻട്രാഡേ തന്നെ വരുന്ന ഷോർട്ട് സെല്ലിങ്ങിനെ പറ്റി കുറച്ചും കൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ മേ ബി ഒരു ബെറ്റർ ഐഡിയ നിങ്ങൾക്ക് കിട്ടും, കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ.